ഹലോ ഗായ്സ്, വ്ളോഗ്സ് ഓഫ് ഡി എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഞങ്ങളുടെ വ്ളോഗ് ഞങ്ങളുടെ ഗുരുവായൂർ യാത്രയെക്കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഞാൻ എന്നും പറയുന്ന പോലെ ആരെങ്കിലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സമയം ഇപ്പോൾ ഏകദേശം ഒരു 9:30 കാണും. ഞങ്ങൾ ഗുരുവായൂർ എത്തിയിട്ട് അവിടെ നിന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ആക്ച്വലി ഞങ്ങളൊരു 5 മണിയോടെ ഗുരുവായൂർ എത്തിയായിരുന്നു. അപ്പം രാവിലെ തന്നെ ഒന്ന് അമ്പലത്തിൽ കയറിയിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത്. ആ സമയത്ത് ഫോണൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ട് അതിൻ്റെ വീഡിയോസും ഒന്നും ഞങ്ങൾ എടുത്തിട്ടില്ല. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് അമ്പലത്തിൽ കയറാമെന്ന് വിചാരിച്ചു. സോ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ ഗുരുവായൂർ നടയിലേക്ക് നടന്നു. ഉള്ളിൽ കയറിയപ്പോൾ സൈഡിലായിട്ട് ആനയൊക്കെ കണ്ടായിരുന്നു. അപ്പോൾ ആനേൻ്റെ അടുത്ത് നിന്നിട്ട് ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കുന്നുണ്ടായിരുന്നു. ഒരുപാട് പേര് മാരേജ് റിലേറ്റഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ ആദ്യമായിട്ടാണ് ഗുരുവായൂർ അമ്പലത്തിൽ പോകുന്നത് കേട്ടോ. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഗുരുവായൂരിൽ പോയി ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ആ ഒരു ആഗ്രഹം സാധിച്ചു തന്നു. അങ്ങനെ അമ്പലത്തിൻ്റെ ഉള്ളിൽ എത്തിയപ്പോൾ ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഉള്ളിൽ കയറിയപ്പം തന്നെ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് ചെമ്പൈ സംഗീതമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് അതിൻ്റെ അടുത്ത് നിന്നിട്ട് അതിന് മുന്നിലിരുന്നിട്ട് ഇങ്ങനെ സംഗീതം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളും കുറച്ചു നേരം കേട്ടതിന് ശേഷം നേരെ അമ്പലത്തിലേക്ക് നടന്നു. ഇപ്പൊ സമയം ഏകദേശം ഉച്ചയായി. അപ്പോൾ പ്രസാദ് ഊട്ടിന്റെ സമയമായി. എന്തായാലും അമ്പലത്തിൽ വന്നില്ല, അതുകൊണ്ട് പ്രസാദ് ഊട്ട് കഴിച്ചിട്ട് പോകാൻ തന്നെ കരുതി ഞങ്ങൾ ക്യൂവിൽ നിന്നു. ഈ കാണുന്നത് മൊത്തം പ്രസാദ് ഊട്ടിനുള്ള ക്യൂ ആണ്. അങ്ങനെ ഞങ്ങൾ ക്യൂവിൽ നിന്ന് ഞങ്ങളുടെ പ്രസാദ് ഊട്ടിൻ്റെ ടോക്കണൊക്കെ വാങ്ങിച്ചു. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഊണിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ഊണ് കിട്ടി. നല്ല സദ്യയായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നല്ല പ്രസാദ ഊട്ടൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങൾ വീണ്ടും ഞങ്ങളുടെ റൂമിലേക്ക് പോയി കുറച്ച് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം കുളിച്ച് ഫ്രഷ് ആയിട്ട് സന്ധ്യയായപ്പോൾ പിന്നെയും ഞങ്ങൾ അമ്പലത്തിലേക്ക് പോയി. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഒരു രക്ഷയില്ല, ഒരുപാട് ആളുകളായിരുന്നു. രാവിലെ കണ്ടതിനേക്കാൾ കൂടുതൽ ആളുകൾ എനിക്ക് വൈകുന്നേരം കാണാൻ പറ്റി. ഭയങ്കര തിരക്കായിരുന്നു. ഗുരുവായൂർ അമ്പലം രാത്രി കാണാൻ അടിപൊളിയാണ് കേട്ടോ. ഫുള്ള് ലൈറ്റ് കൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടാണുള്ളത്. നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ടാവും. വെറൈറ്റി കളേഴ്സ് ഉള്ള, എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങനെ ചേഞ്ചിങ് ആയിട്ടുള്ള ലൈറ്റുകൾ കൊണ്ട് ഡെക്കറേറ്റഡ് ആണ്. അങ്ങനെ ഒന്നാമത്തെ ദിവസത്തെ വിശേഷങ്ങൾക്ക് ശേഷം രണ്ടാമത്തെ ദിവസം ആയിരിക്കുകയാണ് കേട്ടോ. ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് കയറി. ആളുകളുടെ തിരക്കിനൊന്നും ഒരു കുറവുണ്ടായിരുന്നില്ല. തലേ ദിവസം കണ്ട് എത്ര ആളുണ്ടോ അതിനേക്കാൾ ഇരട്ടിയായിരുന്നു ഇന്നുണ്ടായിരുന്നത്. ഞങ്ങളുടെ ഉള്ളിൽ കയറി പ്രാർത്ഥിച്ചു കുറച്ചു നേരം അവിടെ ഇരുന്നു. ഗുരുവായൂർ നടേൻ്റെ മുന്നിലായിട്ട് ഒരുപാട് കല്യാണ മണ്ഡപങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കും ആഗ്രഹം ഉണ്ടായിരുന്നു ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ എന്ന്. അപ്പം ഇവിടെ നേർച്ച കല്യാണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്നുണ്ട്. അതായത് കല്യാണം കഴിഞ്ഞവർക്ക് ഒന്നുകൂടെ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നേർച്ച കല്യാണമായിട്ട് കല്യാണം ഒന്നുകൂടെ നടത്താം. അപ്പം ഞാൻ ജസ്റ്റ് പറഞ്ഞു, ദിബിയേട്ട നമുക്ക് ഒന്നുകൂടെ കല്യാണം കഴിച്ചാലോ എന്ന്. അപ്പോൾ ദിബിയേട്ട പറഞ്ഞാൽ ഓക്കെ, കുഴപ്പമില്ല. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നിട്ട് കുറച്ചൊന്ന് അന്വേഷിച്ചു എങ്ങനെയാണ് കല്യാണം കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളത്.
അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ഒരു സെക്യൂരിറ്റി ചേട്ടനോട് പോയിട്ട് ചോദിച്ചു എന്താണ് പിന്നെ ഒന്നുകൂടെ കല്യാണം കഴിക്കാൻ വേണ്ടതെന്ന്. അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പോയിട്ട് മുനിസിപ്പാലിറ്റി ഓഫീസിലൊക്കെ പോയിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഓൾറെഡി കല്യാണം കഴിച്ചവരാണ്, ഞങ്ങൾക്ക് ഒന്നുകൂടെ ഒന്ന് ജസ്റ്റ് മാല ഇടേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇവിടെ പോയിട്ട് കല്യാണത്തിനുള്ള റെസീറ്റ് മുറിച്ചാൽ മതി, 500 രൂപയായിട്ടുമാണ് അതിനുള്ള റെസീറ്റ് മുറിക്കാനുള്ളത്. അപ്പം ഞങ്ങൾ അവിടെ പോയിട്ട് റെസീറ്റ് മുറിച്ചു. അങ്ങനെ മുറിച്ച് ഇവിടെ വന്ന് സെക്യൂരിറ്റിക്കാരൻ്റെ കയ്യിൽ അത് കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വന്നോ നമുക്കൊന്നുകൂടെ കല്യാണം നടത്താമെന്ന് പറഞ്ഞു. സോ സെക്യൂരിറ്റി ചേട്ടൻ ഞങ്ങളുടെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റി. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം എല്ലാം പെട്ടെന്നായതുപോലെ ഉണ്ടായിരുന്നു. ഓൾറെഡി ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയപ്പം പിന്നെയും കല്യാണത്തിൻ്റെ ആ സമയമായപ്പോൾ നല്ല ടെൻഷനായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ കിട്ടുന്നുണ്ടായിരുന്നില്ല, കാരണം ചുറ്റിലും അറിയാത്ത ഒരുപാട് കണ്ണുകൾ ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ വേഷം എന്ന് വെച്ചാൽ അത്ര പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല, സാധാരണ സെറ്റ് സാരി ആയിരുന്നു. അപ്പോൾ അധിക പേരും ആലോചിക്കുക ഇവർ ഒളിച്ചോടി വന്നതാണോ എന്നായിരിക്കും. അങ്ങനെ ഞങ്ങൾ നല്ല സമാധാനത്തോടു കൂടി, എന്താ പറയുക, ടെൻഷൻ ഉണ്ട് എന്നാലും സന്തോഷത്തോടു കൂടി ഞങ്ങൾ കല്യാണം കഴിച്ചു ഒന്നുകൂടെ. ഇവിടെ എന്ന് വെച്ചാൽ മാല ഇട്ടിട്ടുള്ളൂ, എഗെയിൻ താലിയൊന്നും കെട്ടിയിട്ടില്ല, ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാല ഇട്ട് നെറ്റിയിൽ സിന്ദൂരൊക്കെ തൊട്ട് വന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിൽ നോക്കി നന്നായിട്ട് പ്രാർത്ഥിച്ച് ഒന്നുകൂടെ കല്യാണം കഴിഞ്ഞു. ദെൻ ഞങ്ങൾ റൂമിലേക്ക് പോയി ഞങ്ങളുടെ ബാഗൊക്കെ പാക്ക് ചെയ്തു, നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ റൂമിൽ എന്തെങ്കിലും സാധനം മറന്നോ എന്നൊക്കെ ഒന്നുകൂടെ ജസ്റ്റ് എല്ലായിടത്തും നോക്കിയതിന് ശേഷം ഞങ്ങൾ റൂമിൽ നിന്ന് ഇറങ്ങി. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു റൂമായിരുന്നു കേട്ടോ. ഗുരുവായൂർ ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് മമ്മിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രത്തിലേക്കായിരുന്നു. ഗുരുവായൂർ വന്നു കഴിഞ്ഞാൽ മമ്മിയൂർ ക്ഷേത്രത്തിലും കൂടി വരണം എന്നാണ്, എന്നാൽ മാത്രമേ ആ ദർശനം പൂർത്തിയാവൂ എന്നാണ്. അതുകൊണ്ട് ഞങ്ങൾ മമ്മിയൂർ ക്ഷേത്രത്തിലേക്ക് കയറിയിട്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അത്രയും പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് മമ്മിയൂർ ക്ഷേത്രം. ക്ഷേത്രത്തിന്റെ അരികിലായിട്ട് ഒരു ഗണപതിയുടെ പ്രതിഷ്ഠയൊക്കെ ഉണ്ട്. പുരാതന കേരളത്തിലെ 108 പ്രധാന ശിവക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ മമ്മിയൂർ ക്ഷേത്രം. ഇവിടുത്തെ ദർശന സമയം എന്ന് പറയുന്നത് രാവിലെ 4:30 മുതൽ 1 മണി വരെയാണ്. അതാണ് ആദ്യ ദർശന സമയം. പിന്നെ 4:45 മുതൽ 8:30 വരെയുമാണ്. മമ്മിയൂർ ക്ഷേത്രത്തിൽ നിന്ന് നേരെ ഞങ്ങൾ പോയത് പുന്നത്തൂർ കോട്ടയിലെ ആനത്താവളത്തിലേക്കാണ്. അവിടെ ഒരുപാട് ആനകൾ ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്തായാലും അതൊന്ന് കാണണമെന്ന് വിചാരിച്ച് അങ്ങോട്ടേക്ക് പോയി. ഈ കാണുന്നതാണ് ആനത്താവളം. എത്തിയപ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിഞ്ഞത് മുന്നിലായിട്ട് ഒരു ആനയുണ്ട്, ആദ്യം തന്നെ കാണാൻ പറ്റിയത്. അതിൻ്റെ അടുത്തായിട്ടൊരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, ശ്രദ്ധിക്കണം, അധികം നേരം ഇവിടെ നിൽക്കാൻ പാടില്ല ഇതിൻ്റെ മുന്നിലായിട്ട്, കാരണം ഇത് മതം ഇളകാൻ ചാൻസ് ഉള്ളതാണ് എന്നുള്ളത്. സോ അതിൻ്റെ മുന്നിൽ നിൽക്കാതെ ഞങ്ങൾ നേരെ അടുത്തുള്ള ആനയെ കാണാനായിട്ട് പോയി. ഇവിടെ ഒന്ന് മാത്രമല്ല, ഒരുപാട് ആനകളുണ്ട്. എല്ലാത്തിനും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. ചിലതിൻ്റെ നെറ്റിയിലൊക്കെ ഇങ്ങനെ കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട്. ചിലതൊക്കെ ഒരു ഡാൻസ് ചെയ്യാനുള്ള ഒരു മൂഡിലായിരുന്നു, ചിലത് കുളിക്കുകയായിരുന്നു. ഞങ്ങളുടെ അടുത്തൂടെ തന്നെ ഇങ്ങനെ ആനകൾ നടന്നു പോകുന്നുണ്ട് കേട്ടോ. അതിനെ തൊടാനോ അതിൻ്റെ മുകളിൽ കയറാനോ പെർമിഷൻ ഉണ്ടോ എന്ന് അറിയില്ല, എങ്കിലും ഞങ്ങൾ കുറച്ച് മാറി നിന്നിട്ട് അതിനെയൊക്കെ നന്നായിട്ട് കണ്ട് ആസ്വദിച്ചു. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഗുരുവായൂർ യാത്രയുടെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം പുതിയൊരു സ്ഥലത്തെ കാഴ്ചകളുമായി വരുന്നത് വരെ ബൈ ബൈ.